അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശാന്തി ശാന്തി ശാന്തി. ഗുരുപാദങ്ങളിലും ആചാര്യപാദങ്ങളിലും എൻ്റെ വിനീത പ്രണാമം. ഗുരുദർശനം ബ്രഹ്മവിദ്യാ പഠന ഗ്രൂപ്പിൽ ഗുരുവിനെ അറിയാനും ഗുരുപദത്തിൽ ചരിക്കാനും നമ്മെ സഹായിക്കുകയും അതിനുവേണ്ടി അക്ഷീണം പ്രയത്നം ചെയ്യുകയും ചെയ്യുന്ന നമ്മുടെ പ്രിയ സാരഥി ശ്രീ സന്തോഷ് കുമാർ ശ്രീനന്ദനം അവർകൾ, പ്രിയ ആചാര്യൻ ശ്രീ വിശ്വപ്രകാശം എസ് വിജയാനന്ദ് അവർകൾ, പ്രിയ ഗുരുനാഥൻ ശ്രീ ചന്നമംഗലം പ്രതാപൻ അവർകൾ, ആത്മന്മാർ ആത്മജിജ്ഞാസുക്കളായ പ്രിയ പഠിതാക്കൾ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഞാൻ രത്നാംബിക ശിവാനന്ദൻ. ഇന്നിവിടെ ഈശാവാസ്യോപനിഷത്തിൻ്റെ 3-ാം മന്ത്രത്തിൻ്റെ അർത്ഥവിചിന്തനമാണ് നടത്തുന്നത്. 2-ാം മന്ത്രം എല്ലാവരും പഠിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. 3-ാം മന്ത്രം. ഓം അസൂര്യാനാമതേ ലോക അന്ധേന തമസാവൃതാഃ താംസ്തേ പ്രേത്യാഭിഗച്ഛന്തി യേ കേചാത്മഹനോ ജനാഃ. അസൂര്യാനാമതേ ലോക അന്ധേന തമസാവൃതാഃ താംസ്തേ പ്രേത്യാഭിഗച്ഛന്തി യേ കേചാത്മഹനോ ജനാഃ. ഭാഷ. അസുരം ലോകമൊന്നുണ്ട് കൂരിരുട്ടാലതാവൃതം മോഹമാർന്നാത്മഹന്താക്കൾ പോകുന്നു മൃതരായതിൽ. അസുരം ലോകമൊന്നുണ്ട് കൂരിരുട്ടാലതാവൃതം മോഹമാർന്നാത്മഹന്താക്കൾ പോകുന്നു മൃതരായതിൽ. നമുക്കിവിടെ ഇതിൻ്റെ അർത്ഥം നോക്കാം. അസൂര്യനാമ, അസുരങ്ങൾ എന്ന് അറിയപ്പെടുന്ന അല്ലെങ്കിൽ നാമമുള്ള, തേ ലോക, ആ ലോകങ്ങൾ, അന്ധേന തമസാവൃത, കൂരിരുട്ടിനാൽ മൂടപ്പെട്ടിരിക്കുന്നു, ആവൃത മൂടപ്പെട്ടിരിക്കുന്നു. ഇനി 4-ാമത്തെ വരിയിൽ വരുന്ന ഏകേ ചാത്മഹനോ എടുക്കാം. ഏകേ ച ജന, ഏതെല്ലാം ആളുകൾ, പെട്ടെന്ന് ഗ്രഹിക്കാൻ വേണ്ടിയാണ് ഇതെടുത്തത്. ആത്മഹനു, ആത്മഹന്താക്കൾ. താംസ്തേ എന്നതിൽ നിന്ന് തേ എടുത്തു, പിന്നെ അവിടെ താം അവശേഷിക്കുന്നു. തേ അവർ, താം ആ ലോകങ്ങളെ, അവയെ, പ്രേത്യ പാരമാർത്ഥിക ജീവിതത്തെ വിട്ടിട്ട് അല്ലെങ്കിൽ സത്യത്തിൽ നിന്നും വിട്ടിട്ട്, അഭിഗച്ഛന്തി പ്രാപിക്കുന്നു. ഒന്നുകൂടി പറയാം. അസുരം, അസൂര്യനാമ, അസുരങ്ങൾ എന്ന് അറിയപ്പെടുന്ന അല്ലെങ്കിൽ നാമമുള്ള, തേ ലോക, ആ ലോകങ്ങൾ, അന്ധേന തമസ, കൂരിരുട്ടിനാൽ, ആവൃത മൂടപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ മറയപ്പെട്ടിരിക്കുന്നു. ഏകേ ചാത്മജന, ഏതെല്ലാം ആളുകൾ, ആത്മഹനു, ആത്മഹന്താക്കൾ, തേ അവർ, താം ആ ലോകങ്ങളെ അല്ലെങ്കിൽ അവയെ, പ്രേത്യ പാരമാർത്ഥിക ജീവിതത്തെ വിട്ടിട്ട്
അല്ലെങ്കിൽ സത്യത്തിൽ നിന്നും വിട്ടിട്ട് അഭിഗച്ഛന്തി പ്രാപിക്കുന്നു. ഈശാവാസ്യോപനിഷത്തിലെ 1-ാം മന്ത്രം നിവൃത്തിമാർഗത്തെക്കുറിച്ചും 2-ാമത്തെ മന്ത്രം പ്രവൃത്തിമാർഗത്തെക്കുറിച്ചും പറയുന്നു. 1-ാം മന്ത്രത്തിൽ ആത്മജ്ഞാനത്തെക്കുറിച്ചാണ് പറയുന്നത്. 2-ാം മന്ത്രം കർമ്മമാർഗത്തെക്കുറിച്ച് പറയുന്നു. ഇവിടെ 3-ാം മന്ത്രം മുതൽ 8-ാം മന്ത്രം വരെ ആത്മവർണ്ണനയാണ് നടത്തുന്നത്. അസൂര്യ എന്ന പേരിൽ അല്ലെങ്കിൽ നാമത്തിൽ ഒരു ലോകം ഉണ്ട്. അസൂര്യ എന്ന് പറഞ്ഞാൽ സൂര്യനില്ലാത്ത ഒരു ലോകമുണ്ട്. അത് അന്ധകാരത്താൽ കൂരിരുൾ നിറഞ്ഞതാണ്. ആ ലോകം താംസ്തേ പ്രത്യാഭിഗച്ഛന്തി, ആ ലോകത്തിൽ മരണാനന്തരം പ്രവേശിക്കുന്നു. ഇവിടെ പ്രവേശിക്കുന്നു? കൂരിരുൾ നിറഞ്ഞ ലോകത്ത് പ്രവേശിക്കുന്നു. യാതൊരുവനാണോ ആത്മാവിനെ ഹനിക്കുന്നവൻ ആ ലോകത്തിലായിരിക്കും പ്രവേശിക്കുക. ആത്മഹനോ എന്ന് പറഞ്ഞാൽ ആത്മാവിനെ ഹനിക്കുന്നവർ, ആത്മഹത്യ ചെയ്യുന്നവർ. ആരാണ് ആത്മഹത്യ ചെയ്യുന്നത്? ആത്മാവിനെ ഹനിക്കുവാൻ പറ്റുമോ? ഇല്ല. ആരാണ് ആത്മാവിനെ അറിയാതെ കണ്ട് മരിക്കുന്നത്? അതിനെയാണ് ആത്മഹത്യ എന്ന് പറയുന്നത്. മരിച്ചിട്ടുള്ളവരൊക്കെ ആത്മജ്ഞാനം ലഭിക്കാതെ, ആത്മാവ് എന്താണെന്നറിയാതെ യാതൊരുവൻ മരിക്കുന്നുണ്ടോ? എല്ലാം ആത്മഹന്താക്കളാണ്. സൂര്യകിരണങ്ങൾ പതിക്കാത്ത ആ ലോകങ്ങൾ അന്ധകാരം കൊണ്ട് മൂടപ്പെട്ടതാണ്. ആത്മഹത്യ ചെയ്യുന്നവർ, ആത്മാവ് എന്തെന്ന് അറിയാതെ മരിക്കുന്നവർ, അതായത് ഈശ്വരനെ സ്മരിക്കാതെ വിഷയഭോഗ സുഖങ്ങളിൽ മുഴുകി കഴിയുന്നവർ ദുഃഖപൂർണമായ ആ ലോകത്തിൽ എത്തിച്ചേരുന്നു, നരകത്തിൽ എത്തിച്ചേരുന്നു. ആസുരം, സുരം എന്നിങ്ങനെ 2 ലോകങ്ങളുണ്ടെന്ന് ഈ മന്ത്രത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതുവഴി മനുഷ്യനെ അസുരന്മാരെന്നും സുരന്മാരെന്നും 2ആയി തരംതിരിക്കാം. പ്രകാശമില്ലാത്ത, സൂര്യനില്ലാത്ത ലോകത്തെ അസുരലോകമെന്നും പ്രകാശപൂർണമായ ലോകത്തെ, അതായത് സൂര്യനുള്ള ലോകത്തെ സുരലോകമെന്നും അറിയപ്പെടുന്നു. ഇതേപോലെ അജ്ഞാനത്താൽ അന്ധകാര നിമിഡമായ ജീവിതം നയിക്കുന്നവരെ അസുരന്മാരെന്നും ജ്ഞാനത്താൽ പ്രകാശപൂരിതമായ ജീവിതം നയിക്കുന്നവരെ സുരന്മാരെന്നും അറിയപ്പെടുന്നു. ജ്ഞാനം പ്രകാശമാണ്, അത് ചൈതന്യമാണ്. ജീവിതം ചൈതന്യധന്യമാകണമെങ്കിൽ, ഐശ്വര്യസമ്പൂർണവും ആനന്ദകരവുമാകണമെങ്കിൽ ജ്ഞാനമുണ്ടായിരിക്കണം. ജ്ഞാനം ഈശ്വരനാണ്. ജ്ഞാനമില്ലാത്ത മനുഷ്യൻ അജ്ഞനാണ്. അജ്ഞാനം അന്ധകാര നിമിഡവും ആതങ്കപൂരിതവും ആയിരിക്കും. അതത്രേ അസുരലോകം. ജ്ഞാനം പുറമേ നിന്നും തേടേണ്ടതും ലഭിക്കേണ്ടതുമല്ല. അത് അന്തർമുഖതയിലൂടെ ആനുഭൂതികമായി അറിയേണ്ടതാണ്, ആർജിക്കേണ്ടതാണ്. അതിനെ ആത്മജ്ഞാനം എന്ന് വിളിക്കുന്നു. ആത്മജ്ഞാനമില്ലാത്തവരെയാണ് ഉപനിഷത്ത് ആത്മഹന്താക്കൾ എന്ന് വിളിക്കുന്നത്. സാധാരണ രീതിയിൽ സ്വയം മരണം വരിക്കുന്നതിനെ ആത്മഹത്യ എന്ന് പറയുന്നു. ഉപനിഷത്ത് തത്വപ്രകാരം അത് ശരിയല്ല. ആത്മാവിനെ ആർക്കും ഹനിക്കാൻ കഴിയില്ല. ശരീരത്തെ നശിപ്പിക്കുന്നതിനെ ആത്മഹത്യ എന്ന് പറയുന്നത് ശരിയല്ല. ഉപനിഷത്ത് പ്രകാരം ആത്മാവിനെ അറിയാതെ പോകുന്നതിനെയാണ് ആത്മഹത്യ എന്ന് പറയുന്നത്. ആ സ്ഥിതിക്ക് ആത്മജ്ഞാനം നേടാതെ മരിക്കുന്നവരെല്ലാം ആത്മഹന്താക്കളാണ്. ആത്മജ്ഞാനം ഇല്ലാത്തവരെയാണ് അസുരന്മാർ എന്ന് വിളിക്കുന്നത്. ആത്മജ്ഞാനമില്ലാത്ത ജീവിതം മരണസമാനമാണ്, ചൈതന്യരഹിതമാണ്. ആത്മാവിനെ അറിയുന്നതാണ് ആത്മജ്ഞാനം. സാമാന്യ ലോക ജീവിതത്തിൽ ഏറെയും പേർ ആത്മജ്ഞാനം ഇല്ലാത്തവരാണ്. ആത്മജ്ഞാനം എന്ന ഒന്ന് ഉണ്ടെന്ന് പോലും അറിയാത്ത ജനങ്ങൾ അനവധിയാണ്. ആത്മബോധം, ആത്മജ്ഞാനം ഇല്ലാത്തവരാണ് ആത്മഹന്താക്കൾ. ഈ ശരീരം ലഭിച്ചത് ആത്മജ്ഞാനം ലഭിക്കാൻ വേണ്ടിയാണ്, മുക്തി ലഭിക്കാൻ, മോക്ഷം ലഭിക്കാൻ. മനുഷ്യജന്മം കിട്ടിയിട്ട് ആ ജന്മത്തെ വേണ്ടവണ്ണം ഉപയോഗിക്കാതെ സ്വയം മരണം വരിക്കുന്നതിനെ ആത്മഹത്യ എന്ന് പറയുന്നു.
ആത്മാവിനെ അറിയാൻ, ആത്മജ്ഞാനം ലഭിക്കാൻ സുവർണാവസരം ലഭിച്ചിട്ട് അത് അറിയാതെ പോയവരൊക്കെ ആത്മഹന്താക്കളാണ്. അപ്പോൾ അവർ മരണാനന്തരം അന്ധകാര നിബിഡമായ ലോകത്താണ് ചെന്നു ചേരുക. അവിടെ സൂര്യനില്ല. അപ്പോൾ രക്ഷപ്പെടണമെങ്കിൽ ആത്മജ്ഞാനം വേണം. അപ്പോൾ ആത്മജ്ഞാനത്തിൻ്റെ മഹത്വമാണ് പറയുന്നത്. നമ്മുടെ ചുറ്റുപാടും നോക്കിയാൽ ആത്മജ്ഞാനത്തിന് വേണ്ടി പ്രയത്നിക്കുന്നവർ എത്ര പേരുണ്ട്? അസൂര്യ നാമതേ ലോക അന്ധേന തമസാവൃതാഃ താംസ്തേ പ്രേത്യാഭിഗച്ഛന്തി ഈകീച്ചാത്മഹനൂജനാഃ. ആത്മജ്ഞാനമില്ലാത്തവരെയാണ് ആത്മഹനന്മാർ എന്ന് പറയുന്നത്. ആത്മാവിനെ ഹനിക്കുന്നവർ ആത്മഹന്താക്കളാണ്. അങ്ങനെ ആത്മാവിനെ ഹനിക്കുന്നവർ താംസ്തേ പ്രത്യാഭിഗച്ഛന്തി പ്രേതാത്മാവായിട്ട് അന്ധകാര നിബിഡമായ ലോകത്തിൽ പ്രവേശിക്കുന്നു. ആത്മജ്ഞാനമില്ലെങ്കിൽ അസൂര്യ എന്ന ലോകത്തിൽ പ്രവേശിക്കുന്നു. നമ്മുടെ പൂർവ്വ ജന്മ കർമ്മഫലം കൊണ്ടോ പൂർവികരുടെ അനുഗ്രഹം കൊണ്ടോ നമ്മൾ ആത്മജ്ഞാനത്തെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അന്ധകാര നിബിഡമായ ലോകത്തിനരികിൽ കൂടിപ്പോലും പോകേണ്ടി വരില്ല. അഥവാ പോകേണ്ടി വന്നാൽ അന്ധകാര നിബിഡമായ ലോകം പ്രകാശപൂരിതമായിരിക്കും. പഞ്ചപാണ്ഡവർ മരിച്ചു പോയപ്പോൾ ധർമ്മപുത്രർക്ക് സ്വർഗം കിട്ടി. ധർമ്മപുത്രർ ഏതോ ഒരു പാപം ചെയ്തതിൻ്റെ പേരിൽ നരകദർശനം നടത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ ധർമ്മപുത്രർ നരകത്തിലേക്ക് ചെന്നപ്പോൾ പൂക്കളുടെ നറുമണം പരത്തുന്ന മന്ദമാരുതൻ വീശുന്നു. എല്ലായിടത്തും നല്ല പ്രകാശം പരന്നു. എന്തെന്നില്ലാത്ത ആനന്ദഭരിതമായ സാഹചര്യം വരുന്നത് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ധർമ്മപുത്രർ വന്നതുകൊണ്ടാണ് എന്ന്. നരകദർശനം മാത്രം ഈ ഉദാത്തമായ ആനന്ദം കൊണ്ട് നഗരവാസികൾ ആനന്ദ നൃത്തം ചെയ്തു. നഗരവാസികൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, അങ്ങ് പോകല്ലേ, ഞങ്ങൾക്ക് സ്വർഗതുല്യമായ സുഖമാണ് അങ്ങ് വന്നതുകൊണ്ട് കിട്ടിയത്. അതുകൊണ്ട് പോകല്ലേ പോകല്ലേ. അതുകേട്ട ധർമ്മപുത്രർ അവരുടെ താണുവീണുള്ള അപേക്ഷ കേട്ടപ്പോൾ പറഞ്ഞു, ഞാൻ കുറച്ചുനാൾ ഇവിടെ നിൽക്കാം. അങ്ങനെ നിന്നപ്പോൾ അവിടെ സ്വർഗമായി മാറി. അപ്പോൾ ആത്മജ്ഞാനിയായ ഒരാൾ അവിടെ ചെന്നാൽ, അസുരലോകത്ത് ചെന്നാൽ അവിടം പ്രകാശിക്കും. അത് ശരിയായ തലത്തിൽ എത്തുമ്പോഴുള്ള ഭൗതിക തലം ആനുഭൂതിക തലം എന്തായിരിക്കും? പരമാനന്ദകരമായ ആ മുക്തിപദം ആത്മജ്ഞാനം ലഭിച്ചാൽ നമുക്ക് ഇവിടെ വെച്ച് തന്നെ പ്രാപ്തമാകും. സൂര്യ നാമതേ ലോക അന്ധേന തമസാവൃതാഃ താംസ്തേ പ്രേത്യാഭിഗച്ഛന്തി ഈകീച്ചാത്മഹനൂജനാഃ. ആത്മജ്ഞാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് ഋഷി വിവരിക്കുന്നത്. 84 ലക്ഷം വകഭേദങ്ങളുള്ള കൃമികീടങ്ങളായും പറവകളായും മൃഗങ്ങളായും ജനിച്ച ശേഷമാണ് മനുഷ്യജന്മം കിട്ടുന്നത്. മനുഷ്യജന്മത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ആത്മജ്ഞാനം നേടി മോക്ഷം ലഭിക്കുക എന്നതാണ്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ജ്ഞാനത്താൽ ലഭിക്കുന്നതാണ് മോക്ഷം. ജ്ഞാനമില്ലാതെ മരിക്കുന്നവരൊക്കെ ആത്മഹനന്മാരാണ്. അങ്ങനെയുള്ളവർ ആ ഇരുളടഞ്ഞ ലോകത്തിൽ പ്രവേശിക്കുന്നു. അസൂര്യ നാമതേ ലോക അന്ധേന തമസാവൃതാഃ താംസ്തേ പ്രേത്യാഭിഗച്ഛന്തി ഈകീച്ചാത്മഹനൂജനാഃ. ഞാൻ ആരാ എന്ന് സ്വയം അറിയുന്നതാണ് ആത്മജ്ഞാനം. ഞാൻ ബാഹ്യമായി കാണുന്ന ശരീരമോ പേരുകളോ മറ്റു യാതൊന്നും തന്നെയല്ല. ഞാൻ നിത്യശുദ്ധമുക്തനായ സച്ചിദാനന്ദമാണ് എന്ന് അന്തർമുഖതയാൽ ധ്യാനത്താൽ അനുഭവിച്ചറിയുന്നു. സച്ചിദാനന്ദ സ്വരൂപമായ ആ ഉണ്മയ്ക്ക് ജനനമോ മരണമോ രോഗമോ ഭയമോ ദാരിദ്ര്യാദി ദുഃഖങ്ങളോ ഉണ്ടാവില്ല. ആത്മജ്ഞാനം ഇല്ലാത്തവരെ ഈ തിന്മകളെല്ലാം ബാധിക്കും. അമൃതാത്മകമായ ആത്മാനന്ദാനുഭവം എന്ന ഒരു മഹത്തായ അനുഭവാവസ്ഥ
അഥവാ സത്യം തന്നിൽ തന്നെ നിക്ഷിപ്തമായിരിക്കെ അതിനെ അറിയാതെ അജ്ഞതയാൽ ആതങ്കം അനുഭവിക്കുന്നവർ ആത്മഹന്താക്കളാണ്. അവരുടെ ജീവിതം ആസുരികമാണ്. അവർ വസിക്കുന്നത് അസുരലോകത്താണ്. നിത്യമായ ആനന്ദം ആത്മജ്ഞാനത്തിലൂടെ ലഭിക്കുമെന്നറിയാതെ ആനന്ദത്തിൽ മോഹിതരായി ബാഹ്യസഞ്ചാരം അന്വേഷണം നടത്തി മോഹിച്ചത് ലഭിക്കാതെ ആത്മഹന്താക്കളായി മരിക്കുന്നു. ആത്മജ്ഞാനം ലഭിക്കാതെ മരിക്കുന്നവരെല്ലാം ആത്മഹന്താക്കൾ തന്നെയാണ്. ഭൗതികമായി എന്തെല്ലാം നേടിയെന്ന് കരുതിയാലും അവയ്ക്കൊന്നും സുരലോകം, അതായത് ആനന്ദം സാധ്യമാക്കി തരാൻ പറ്റില്ല. ആത്മാവിനെ അറിയാതിരിക്കുന്നതിനെ ആത്മഹത്യ എന്നും ആത്മാവിനെ അറിയുന്നതിനെ ആത്മജ്ഞാനമെന്നും വിളിക്കുന്നു. ഒരിക്കൽ ഒരു രാജാവിന് നാളിതുവരെ ആരും കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത അത്യാകർഷവും അതിവിപുലവുമായ ഒരു കൊട്ടാരം പണിയണമെന്നുള്ള ആഗ്രഹമുണ്ടായി. അതിനുവേണ്ടി പ്രശസ്തരും പ്രതിഭാധനരുമായ ശില്പികളെ ക്ഷണിച്ചു വരുത്തി ആർഭാടസമ്പന്നതയാൽ ആകർഷകമായ ഒരു കൊട്ടാരം വളരെ നാളത്തെ കഠിനശ്രമം കൊണ്ട് നിർമ്മിച്ചു. ദേവലോകത്തെ ദേവേന്ദ്രൻ്റെ കൊട്ടാരത്തെയും അതിശയിപ്പിക്കുന്ന അതിമനോഹരമായ കൊട്ടാരത്തിൻ്റെ ഗൃഹപ്രവേശനം ശുഭദിനത്തിൽ ശുഭമുഹൂർത്തത്തിൽ നടത്താൻ നിശ്ചയിച്ചു. ഗൃഹപ്രവേശന കർമ്മത്തിൽ പങ്കെടുത്ത് അനുഗ്രഹിക്കുന്നതിനും സാക്ഷികളാവുന്നതിനും രാജ്യത്തുള്ള മുഴുവൻ ബ്രാഹ്മണരെയും രാജപ്രമുഖരെയും വ്യവസായികളെയും ശില്പികളെയും കലാകാരന്മാരെയും ജ്യോതിഷികളെയും എല്ലാം ക്ഷണിച്ചിരുന്നു. ഗൃഹപ്രവേശന മുഹൂർത്തത്തിൽ ഈ വിശിഷ്ടാതിഥികളുടെ സാന്നിധ്യത്തിൽ ഗണപതി പൂജ, നവഗ്രഹ പൂജ, അർച്ചന, ഹോമം, ആരതി എന്നിവയെല്ലാം നടന്നു. അനന്തരം സഭാമധ്യവാസിയായിരുന്ന മഹാരാജാവ് എഴുന്നേറ്റ് നിന്നിട്ട് വളരെ ആദരപൂർവ്വം സഭയിൽ സന്നിഹിതരായിരുന്നവരോട് പറഞ്ഞു: അല്ലയോ മഹാപുരുഷന്മാരെ, ഞാൻ അനേകം സമ്പത്ത് ചെലവഴിച്ച് അനേക നാളുകൾ കൊണ്ട് അനവധി വിദഗ്ധരുടെ സേവനം പ്രയോജനപ്പെടുത്തി നിർമ്മിച്ചതാണ് ഈ കൊട്ടാരം. ഇന്ന് ഈ സഭയിൽ വാസ്തുശാസ്ത്ര വിദഗ്ധരും ജ്യോതിഷികളും തുടങ്ങി അനവധി പുണ്യ പുരുഷന്മാരുണ്ട്. നിങ്ങളിൽ ആർക്കെങ്കിലും ഈ കൊട്ടാരത്തിന് എന്തെങ്കിലും പാപമോ ദോഷമോ ഉണ്ടെന്ന് പരിശോധിച്ച് ബോധ്യപ്പെടുത്തിയാൽ നന്നായിരുന്നു. കാരണം കുറ്റമറ്റതും മംഗളകരവും ആനന്ദദായകവും ആയിരിക്കണം ഈ കൊട്ടാരം. രാജാവിൻ്റെ വാക്കുകൾ കേട്ട് ആ സദസ്സ് ആശ്ചര്യഭരിതമായി. എല്ലാം സൂക്ഷ്മതയോടെ നോക്കി പൂർണ്ണതയോടെ പൂർത്തീകരിച്ച ഈ രമണീയ മന്ദിരത്തിന് എന്ത് ദോഷമാണുള്ളത് എന്ന് പണ്ഡിതന്മാർ ചിന്തിച്ചെങ്കിലും മഹാരാജാവിൻ്റെ അഭ്യർത്ഥനയെ മാനിച്ച് ജ്യോതിഷികളും വാസ്തുവിദഗ്ധരും മറ്റും ഒരു തവണ കൂടി കൊട്ടാരം സസൂക്ഷ്മം പരിശോധിച്ചു. അതിനുശേഷം രാജാവിനോട് അവർ ഐകകണ്ഠേന പറഞ്ഞു: മഹാരാജാവേ, ഈ കൊട്ടാരത്തിന് ശാസ്ത്രവിധി പ്രകാരം യാതൊരു പാപമോ ദോഷമോ ഇല്ല, ഇനിയൊട്ട് സംഭവിക്കുകയും ഇല്ല. ഈ അഭിപ്രായം കേട്ട് രാജാവ് അതീവ സന്തുഷ്ടനായി. പെട്ടെന്ന് ആ സദസ്സിൻ്റെ ഏറ്റവും പിന്നിൽ നിന്നും ഒരു സന്യാസി എഴുന്നേറ്റ് വിളിച്ചു പറഞ്ഞു: ഹേ മഹാരാജാവേ, ഈ കൊട്ടാരത്തിന് 2 ദോഷങ്ങളുണ്ട്. സന്യാസിയുടെ ഈ വാക്കുകൾ ആ സദസ്സിനെ ഒന്നാകെ ഇടിവെട്ടേറ്റ പോലെയാക്കി. ഉത്കണ്ഠാഭരിതനായ മഹാരാജാവ് വളരെ വിനയാന്വിതനായി ചോദിച്ചു: മഹാത്മാവേ, ആ 2 ദോഷങ്ങൾ എന്തെല്ലാമാണെന്ന് സദയം പറഞ്ഞാലും. സന്യാസി പറഞ്ഞു: ഹേ മഹാരാജാവേ, ഈ കൊട്ടാരം നിർമ്മിച്ച ആൾ എപ്പോൾ വേണമെങ്കിലും മരിക്കും എന്നതാണ് ഒന്നാമത്തെ ദോഷം. ഈ കൊട്ടാരം കാലക്രമത്തിൽ നശിച്ചു പോകും എന്നതാണ് രണ്ടാമത്തെ ദോഷം. ഈ വാക്കുകളിൽ അന്തർലീനമായിരുന്ന അന്തസത്ത എന്താണെന്ന് ഗ്രഹിച്ച മഹാരാജാവ് പെട്ടെന്ന് ഇന്ദ്രിയ വൈരാഗ്യം ഉള്ളവനായി. അദ്ദേഹത്തിന് ബോധ്യം വന്നു: മൃത്യുവിനെ മറന്നിട്ട് പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ നിത്യവും സത്യവുമെന്ന് ചിന്തിച്ച് പഞ്ചഭൂത നിർമ്മിതമായ പ്രപഞ്ചത്തിലും പേരിലും പ്രതാപത്തിലും പ്രാധാന്യം കണ്ടു ജീവിച്ചാൽ, അതായത് ജീവിച്ച ഞാൻ ആത്മജ്ഞാനം എന്താണെന്ന് അനുഭവിച്ചറിയാതെ അജ്ഞനായി ജീവിച്ചു. ഇതുതന്നെ അവസാനം അജ്ഞാനജന്യമായ അസുരലോകാനുഭവസ്ഥനാക്കും. അതുകൊണ്ട് നിത്യമായ ആനന്ദാനുഭവം ഉണ്ടായി ജനനമരണങ്ങൾക്ക് അതീതമായ അമൃതാത്മകമായ
സുരലോകാനുഭവം ഉണ്ടാകുന്നതിന് ആത്മജ്ഞാനം അത്യന്താപേക്ഷിതമാണെന്നറിഞ്ഞ് അത് ആനുഭൂതികമാക്കാൻ വേണ്ടി താൻ നാളിതുവരെ പ്രധാനമെന്ന് ചിന്തിച്ചിരുന്ന പേരും പ്രശസ്തിയും രാജ്യവും രാജഭോഗസുഖങ്ങളും പുതുതായി നിർമ്മിച്ച രമണീയമായ മണിമന്ദിരത്തെയും പാടെ വിപാടനം ചെയ്തുകൊണ്ട് ആത്മജ്ഞാനാന്വേഷകനായി അന്തർമുഖമായി അന്യൂനമായ ധ്യാനം ഏകാന്തതയിൽ ആരംഭിച്ചു. അസൂര്യാനാമത്തെ ലോക അന്ധേന തമസാവൃതാഃ താംസ്തേ പ്രത്യാഭിഗച്ഛന്തി ഏകേചാത്മഹനോജനാഃ. ആത്മജ്ഞാനമുള്ളവർ മരണത്തിനു മുമ്പ് തന്നെ പ്രകാശപൂർണമായ ലോകത്തിലായിരിക്കും എത്തിച്ചേരുക. അസൂര്യ എന്ന ലോകം ഇരുളടഞ്ഞതാണ്, അന്ധകാര നിബിഡമാണ്. യാതൊരുവനാണോ ആത്മജ്ഞാനമില്ലാതെ മരിക്കുന്നവർ, അവർ അന്ധകാര നിബിഡമായ ലോകത്തിൽ എത്തിച്ചേരുന്നു. ഈ പ്രാപഞ്ചിക ജീവിതത്തിൽ സമ്പന്നൻ തൻ്റെ അമിത സമ്പത്തിൻ്റെ സുരക്ഷയെക്കുറിച്ചോർത്ത് വ്യാകുലപ്പെടുമ്പോൾ ദരിദ്രൻ തൻ്റെ ദാരിദ്ര്യത്തിൽ വ്യാകുലപ്പെടുന്നു. ലോകത്ത് ഈ ദുഃഖങ്ങളൊന്നും ഈശ്വരൻ സൃഷ്ടിച്ചതല്ല, പ്രത്യുത മനുഷ്യൻ്റെ അജ്ഞതയാൽ സംഭവിക്കുന്നതാണ്. ഈ പ്രപഞ്ചം സർവ്വജീവജാലങ്ങളുടെയും ജീവസന്ധാരണത്തിന് ആവശ്യം വേണ്ടുന്ന സമ്പത്ത് വിഭവം കൊണ്ട് സമ്പന്നമാണ്. അജ്ഞാനത്താലുള്ള അത്യാർത്തിയും അസൂയയും അടിമത്തവും അസമത്വവും വളർത്തി ഈശ്വര സൃഷ്ടിയായ അല്ല ഈശ്വരൻ തന്നെയായ ഈ പ്രപഞ്ചത്തെ ആസുരീകമാക്കി സർവരും ആതങ്കാനുഭവികളാകുന്നു. ഈ അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം ആത്മജ്ഞാനം മാത്രമാണ്. ആത്മജ്ഞാനമുണ്ടാകുമ്പോൾ ഞാൻ ആരാണെന്നറിയാൻ കഴിയും. ആ അറിവിൽ ഞാൻ തന്നെയാണ് ഈ കാണുന്ന സർവപ്രപഞ്ചവും എന്നനുഭവിച്ചറിയാൻ കഴിയും. തന്നിൽ നിന്നും അന്യമായി യാതൊന്നും തന്നെയില്ല, എല്ലാം ഞാൻ തന്നെ. അന്യനായി കാണുന്നതും ഞാൻ തന്നെ. ഈ അഖണ്ഡമായ അദ്വൈതാനുഭവത്തിലൂടെ ആസുരീകതയിൽ നിന്നും ഉയർന്ന് സുരലോകത്തെത്താം, അമൃതത്വത്തിലെത്താം. ജ്ഞാനിക്ക് മരണവും ജനനവുമില്ല, എന്നാൽ അജ്ഞാനി ഓരോ നിമിഷവും മരിച്ചുകൊണ്ടേയിരിക്കുന്നു. അവന് സർവത്ര ദുഃഖാനുഭവം മാത്രം. മനുഷ്യൻ എത്ര തന്നെ സമ്പത്ത് കരുതി വച്ചിരുന്നാലും എന്തെല്ലാം ഉന്നത ബിരുദങ്ങൾ ഉണ്ടായിരുന്നാലും ജീവിതത്തിലെ പല നിർണായക നിമിഷങ്ങളിൽ, അതല്ല എങ്കിൽ പ്രതിസന്ധികളിൽ അവയ്ക്ക് പരിഹാരം കണ്ടെത്തുവാനോ ഉത്തരം കണ്ടെത്തുവാനോ കഴിയാതെ വിഷമിക്കേണ്ടതായി വരുന്നു. ഈ സന്ദർഭത്തിലാണ് സമ്പത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും ഇന്ദ്രിയജ്ഞാനം അപ്രസക്തി സ്വയം ബോധ്യമാകുന്നത്. അവിടെയും എവിടെയും മനുഷ്യനെ ആനന്ദപൂർണ്ണമാക്കാനുള്ള മാർഗം ഒന്നേയുള്ളൂ, അതത്രേ ആത്മജ്ഞാനം. ആത്മജ്ഞാനമില്ലാത്ത ജീവിതം അന്ധകാര നിമിഡവും ആതങ്കപൂർണവുമായിരിക്കും. മനുഷ്യൻ്റെ ഇനിമ ജ്ഞാനമായിരിക്കെ ആ ജ്ഞാനത്തെ അവശ്യം അനുഭവിച്ചറിയാതിരിക്കുന്നതിനെയാണ് ആത്മഹത്യ എന്ന് പറയുന്നത്. അവർ ജീവിതത്തിൽ തന്നെ മരണം അനുഭവിക്കുന്നവരാണ്. ആ ജീവിതം പ്രകാശരഹിതമായ അസുരലോക ജീവിതമാണ്. ജ്ഞാനസമ്പന്നമായ പ്രകാശപൂരിതമായ സുരലോകാനുഭവത്തിന് ഞാൻ ആരെന്നറിയാൻ ആത്മബോധമുണ്ടാകാൻ നൈരന്തരിക ശ്രമം വേണം. ഋഷിയുടെ ആത്മജ്ഞാനത്തിൻ്റെ പൊരുളാണ്, മഹിമയാണ് ഈ മന്ത്രത്തിലൂടെ കാണിച്ചു തരുന്നത്. അസൂര്യാനാമത്തെ ലോക അന്ധേന തമസാവൃതാഃ താംസ്തേ പ്രത്യാഭിഗച്ഛന്തി ഏകേചാത്മഹനോജനാഃ. ഭാഷ: ആസുരം ലോകമൊന്നുണ്ട്, കൂരിരുട്ടാലതാവൃതം, മോഹമാർന്നാത്മഹന്താക്കൾ പോകുന്നു മൃതരായതിൽ. ഗുരുപാദങ്ങളിലും ആചാര്യപാദങ്ങളിലും പ്രണമിച്ചുകൊണ്ട് എല്ലാവർക്കും ഗുരുകാരുണ്യം ആവോളമെന്ന് ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ ഈ എളിയ വാക്കുകൾ ഭക്തിപൂർവ്വം ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഗുരുവും തത്സത്ത്.